കാറ്റും എല്ലാം ഉണ്ട്. ഇവിടെ ഇരിക്കാം. ഹലോ ഹലോ, സുഖമാണോ? അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ കാണിച്ചു തരാം. വേണ്ട, ചീവീട് ഒക്കെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചായി എന്തെങ്കിലുമൊക്കെ കാണിച്ചു തന്നിട്ട്. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഇട്ട NBA യുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ കുറച്ച് പേരൊക്കെ കണ്ടു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഒരാൾ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രചോദനമായി എന്താണ് എന്നുള്ളത്. അപ്പം കുറച്ച് ഞാനിന്ന് ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാം, ഏകദേശം 2-2.5 വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണിത്. നമ്മൾ MBAക്ക് പഠിക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റ് ഫെസ്റ്റിനൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചാൽ കമ്പൽസറി ഒന്നുമല്ല. പോയില്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ ഡിഗ്രി ഒന്നും ആരും എടുത്തൊന്നും കളയത്തില്ല. പക്ഷെ പോകുന്നത് നല്ലതാണ്. നമുക്ക് കുറേ കൂടി ഒരു എക്സ്പോഷർ കിട്ടും. ഒരുപാട് ഇൻഡസ്ട്രി എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തൊരു മാനേജ്മെൻറ്റ് ഫെസ്റ്റ്, അത് ഞങ്ങളുടെ MBA സെക്കൻഡ് ഇയറിലാണ്. ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ സെക്കൻഡ് ഇയർ തുടങ്ങാൻ പോകുന്ന ആ ഒരു സമയത്താണ് ഞാൻ രാജഗിരിയുടെ ഇൻഫ്ലോർ 2023 എന്ന് പറഞ്ഞ ഫെസ്റ്റിൽ പങ്കെടുത്തത്. ഫെസ്റ്റിൽ പങ്കെടുത്തപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെട്ടി ഇവിടെയൊക്കെ വെച്ചേക്കാം. അപ്പോൾ അവിടെ ഞാൻ അപ്പോഴാണ് പങ്കെടുത്തത്. അപ്പോഴന്ന് എനിക്ക് ഞാൻ ബെസ്റ്റ് മാനേജർ ഇവൻറ്റിലാണ് പങ്കെടുത്തത് കേട്ടോ. അതിനൊരു നെയിമൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഒരുപാട് മെമ്മറീസ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഞാനിതിൽ റണ്ണറപ്പ് ആയിരുന്നു. അതായത് 5 പേരാണ് ഫൈനലിൽ വരുന്നത്. അതിൽ ഒരാൾക്ക് ഫസ്റ്റ് കിട്ടും, ബാക്കിയുള്ളവരെല്ലാം റണ്ണറപ്പാണ്. റണ്ണറപ്പിന് വേറെ പ്രത്യേകിച്ച് പ്രൈസ് ഒന്നുമില്ല. പക്ഷെ ഫൈനൽ റൗണ്ട് വരെ എത്തുക എന്നുള്ളതാണ്, വെച്ചാൽ അവസാന റൗണ്ട് വരെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു സാറുണ്ട്, സോൾവിൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അപ്പോൾ സാറാണ് മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോകണം, മാനേജ്മെൻറ്റ് ഫെസ്റ്റിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് വിടുന്നത്. അപ്പം രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഗ്രൂപ്പ് ഇവൻറ്റ്സിന് അവർ സ്പ്ലിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് ഇട്ടു. എൻ്റേത് ഒരാളുള്ള ഇവൻ്റാണ്. അപ്പം കുറച്ച് പൈസ കയ്യിൽ നിന്നായി. അത് പക്ഷേ കാശ് നമ്മൾ ഇപ്പം ഒരു ചിലവുണ്ടല്ലോ നമുക്ക്. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞാൻ വെളുപ്പിനെ ഇവിടെ നിന്ന് കൊട്ടാരക്കര പോയി. കൊട്ടാരക്കരയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് അവൻ്റെ കാറിൽ കയറി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്ത് കൊച്ചിയിൽ ഇറങ്ങി. അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ യൂബർ വിളിച്ച് യൂബറിൽ കയറി ഞങ്ങൾ രാജഗിരിയിൽ പോയിട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ അതായിരുന്നു എൻ്റെ ലൈഫിലാകത്ത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പാർട്ടിസിപ്പൻസിന് ഫസ്റ്റ് കിട്ടുന്ന സാധനമാണ് ഇത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ തുടക്കം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. കുറേ വർഷമായി കേട്ടോ, ഒരു 2-3 കൊല്ലത്തെ ഇത് മൊത്തം ഇതിലുണ്ട്. ഒരു സാധനം ഇതെന്ന് പറഞ്ഞാൽ ഇറ്റിനറി ആണ്. ഏതൊക്കെ എവിടെയൊക്കെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പം കാണാൻ പറ്റും നിങ്ങൾക്ക്. മിററല്ലേ, ഞാൻ ഇച്ചിരി